പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ദീപ്തി എന്ന് പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിയുടെ ഇരുവൃക്കകളും തകരാറിലാണ്. സങ്കടത്തോടെയാണ് നമ്മുടെ മുമ്പിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരിയും ഏക മകളും വന്ന് കൈനീട്ടി യാചിക്കുന്നത്. പ്രിയപ്പെട്ട എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കണം, ഷെയർ ചെയ്യണം, സാമ്പത്തികം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റഫീഖ് ചന്ദ്രാപ്പിനിയാണ്. ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ കഴിയുന്ന ചെറിയ സഹായവും അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും സഹായിക്കണേ. 30 ലക്ഷം രൂപ ചെലവിട്ട് ഇത്രയും നാളെ ഞങ്ങൾ ജീവിച്ചത് മരുന്നിന് ചെലവ് എല്ലാവരും സഹായിച്ചിട്ടാണ്. എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, 10 വയസ്സേ ഉള്ളൂ മോക്ക്. നമുക്ക് ഞാൻ വേണം. എനിക്ക് അവളൊരു കാര്യം ചെയ്തു കൊടുക്കാനും പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. ജീവിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അച്ഛനൊരു വയ്യാത്തതാണ്, ക്യാൻസർ പേഷ്യൻ്റാണ് അച്ഛൻ. അച്ഛനെ കൊണ്ട് ഒന്നും ചെയ്യാതെ വൃത്തിയില്ല. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ആരും കൈവിടരുത്. എൻ്റെ മോളെ ഓർത്തെങ്കിലും ഞങ്ങളെ സഹായിക്കണം. എൻ്റെ അമ്മക്ക് വയ്യാത്താണ്, 2 കിഡ്നിയും പോയി കിടക്കുകയാണ്. കാശില്ല സർജറി ചെയ്യാൻ. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും, നമസ്കാരം. PMS സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ തെങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ സങ്കടത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ സഹോദരിയെ കാണിക്കുകയാണ്. ദീപ്തിയുടെ ഒരു വൃക്കകളും തകരാറിലാണ്. വളരെ പെട്ടെന്ന് മാറ്റിവെക്കണം. യാതൊരു വഴിയും ആ കുടുംബത്തിന് മുൻപിലില്ല. നിവൃത്തികേടിന്റെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടാണ് ആ കുടുംബം നമ്മുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നത്. 30 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന സർജറിക്കും മുൻപോട്ടുള്ള ചികിത്സയ്ക്കും ഒരു വഴിയുമില്ലാതെ നമ്മുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് കൈനീട്ടുകയാണ്. വലിയൊരു ജനകീയ കമ്മിറ്റിയും ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഈ രാത്രിയിൽ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ട ദീപ്തിയുടെ ജീവന് വേണ്ടിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിലാണ് പ്രിയപ്പെട്ട ദീപ്തി ഇപ്പോൾ ജീവിക്കുന്നത്. വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, ശാരീരികമായിട്ടുള്ള ഒരുവിധ വിഷമങ്ങളൊക്കെ പ്രിയപ്പെട്ട സഹോദരി അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ സഹായിക്കണം. 100 രൂപയാണെങ്കിലും നിങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത് ഞങ്ങളുടെ ഒപ്പം നിങ്ങളും കൂടി ഉണ്ടാകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കമ്പർത്തിയുടെ ഭാരവാഹികൾ നിങ്ങളടുത്ത് പറയും. ഞാൻ ദാനിയേൽ തട്ടാറയിൽ തെങ്ങോട് സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വികാരിയാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മകൾ ദീപ്തി വളരെയേറെ വേദന അനുഭവിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ നല്ലവരായ ആളുകളുടെ സഹകരണത്തോടുകൂടെ ഈ മകളുടെ കിഡ്നി മാറ്റിവെക്കുന്നതിനുള്ളതായ ഫണ്ട് സ്വരൂപിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്ന സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാർഡിലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിലെ ദീപ്തി എന്ന് പറയുന്ന കുട്ടി ഇരുവൃക്കകളും തകരാറിലായി നിങ്ങളുടെ മുന്നിൽ സഹായത്തിനായിട്ട് കൈനീട്ടുകയാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന കുടുംബത്തെ സഹായിക്കേണ്ടതും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതും